നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുന്നു. എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇപ്പോൾ ചോദ്യോത്തരവേളയിൽ ഉയർന്നു വരുന്നത്. മന്ത്രി എം വി രാജേഷ് മറുപടി നൽകി. മഴവെള്ള സംഭരണത്തിൽ നിന്നാണ്. പിന്നെ അദ്ദേഹം ചോദിക്കുന്നു, സർക്കാരിന് എന്താണ് ഇത്ര വാശി? സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സർക്കാരിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ തൊഴിലവസരങ്ങൾ കൊണ്ടുവരണം, ഇവിടെ വ്യവസായം കൊണ്ടുവരണം, നിക്ഷേപം കൊണ്ടുവരണം, സംസ്ഥാനത്തിന് വരുമാനമുണ്ടാക്കണം. അതാണ് ലക്ഷ്യം. അതല്ലാതെ ഇപ്പോ ഇവിടേക്ക് ഇതെല്ലാം വരുന്നു പുറത്തുനിന്ന്. എന്റെ ചോദ്യം, നിങ്ങൾക്ക് എന്താണ് ഇത്ര വാശി? കർണാടകയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും തന്നെ കൊണ്ടുവരണം കേരളത്തിലേക്കുള്ള സ്പിരിറ്റ് പൂർണ്ണമായും. വാശി എന്താണ്? ചോദ്യം നമ്പർ 153 ശ്രീ കെ പി കുഞ്ഞമ്മദുട്ടി മാസ്റ്റർ, ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, ഉണ്ട്. നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്ന നിലയിൽ ക്യാൻസറുകളുടെ സ്ക്രീനിംഗ് പ്രാഥമിക ആരോഗ്യതലം മുതൽ നടത്തുന്നതിനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ജനസംഖ്യാധിഷ്ഠിതമായി നടത്തുന്ന ജീവിതശൈലി രോഗനിർണയ സർവേയിലൂടെ ക്യാൻസർ രോഗലക്ഷണങ്ങളുള്ള ആളുകളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് റെഫർ ചെയ്യുകയും ആദ്യഘട്ടത്തിൽ സ്ത്രീകളുടെ ക്യാൻസർ, സ്തനാർബുദം, വദനാർബുദം, ഗർഭാശയ ഗളാർബുദം എന്നീ ക്യാൻസറുകൾക്ക് പ്രാഥമിക സ്ക്രീനിങ്ങിന് വിധേയരാകുകയും ചെയ്യുന്നു. സർ, ഇതിലൂടെ നിരവധി പേർക്ക് ക്യാൻസർ രോഗം സംശയിക്കപ്പെട്ടതിനെ തുടർന്ന് സ്ഥിരീകരണത്തിനായി മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ബൃഹത് ക്യാമ്പയിനിലൂടെ ഇതുവരെ 5 ലക്ഷത്തോളം പേരെ പ്രാഥമിക ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും 26,000-ഓളം പേരെ ക്യാൻസർ രോഗ സംശയത്തെ തുടർന്ന് തുടർ പരിശോധനകൾക്കായി റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 85 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ, ഇന്ന് രാവിലെ അത് 88 ആയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രികളെയും സന്നദ്ധ സംഘടനകളെയും ഈ ക്യാമ്പയിന്റെ ഭാഗമാക്കിയിട്ടുണ്ട്. വിവിധ വനിതാ സംഘടനകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ, റെസിഡൻസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടുകൂടി ഒരു ബൃഹത്തായ ജനകീയ ക്യാമ്പയിനാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത്. സർ, ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന സംസ്ഥാന സർക്കാരിന്റെ ജനകീയ ക്യാമ്പയിനിലൂടെ സ്ക്രീനിംഗ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും RCC, MCC, CCRC സെന്ററുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നുവരികയാണ്. മുൻകൂർ രോഗനിർണയത്തിന്റെ പ്രാധാന്യം സമൂഹത്തിന്റെ എല്ലാ തട്ടുകളിലും ചോദ്യോത്തരവേള പുരോഗമിച്ചു വരികയാണ്.